അപ്പോൾ ഇവിടെ ധാരാളം വെറൈറ്റി മോഡലുകൾ ഉണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് കാണുന്ന ഈ മോഡലിന്റെ പേരെന്താണ്? കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് വേവ് ടൈപ്പ്. ഇന്ത്യയുടെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും ഫസ്റ്റ് വരുന്ന വേവ് ടൈപ്പ് ടൈലാണ് ഇത്. ഈ മെറ്റീരിയലാണ് നമ്മുടെ കേരള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ ഇന്ത്യയുടെ മാത്രം പ്രത്യേകതകൾ എടുത്ത് പറയാം. നമ്മുടെ ഈ മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ ക്ലേ കണ്ടന്റ് ഉള്ളത്. 2.8 kg ആണ് ഇതിൽ ക്ലേ കണ്ടന്റ് വരുന്നത്. ഒരു ടൈലിലാണോ നിങ്ങൾ പറഞ്ഞത്? ഒരു ടൈലിൽ ഒരു ടൈൽ 2.8 kg ക്ലേ കണ്ടന്റ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിന്റെ ടോട്ടൽ വെയിറ്റ് എത്ര വരുന്നുണ്ട്? അതാണ് 2.8 kg ആണ് ഇത് വരുന്നത്. ഫുൾ ക്ലേ ആണ്. ഫുൾ ക്ലേ 100% ക്ലേ. 100% ഇതാണ് പ്രീമിയം ക്വാളിറ്റി അല്ലേ? ഫസ്റ്റ് ക്വാളിറ്റി NJയുടെ ഫസ്റ്റ് ക്വാളിറ്റി ടൈലാണ് ഈ കാണുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ടൈൽസിന്റെ ഏറ്റവും ബലം, ഇതിന്റെ ബലം നമ്മളിപ്പോൾ kg, അതുകൊണ്ട് തിക്നെസ് കൂടുതലുണ്ട്, കൂടുതൽ ക്ലേ ഉണ്ടായത്. അത് മാത്രമല്ല ഇവിടെ ബ്രിഡ്ജസ് കണ്ടോ, ഈ ബ്രിഡ്ജസ് ആണല്ലോ ഇതിന് നമുക്ക് ബലം കൊടുക്കുന്നത്. ഈ മെറ്റീരിയൽ ഇത് 1 2 3 4 5 6 7 8 9 ബ്രിഡ്ജസ് ആണ് നമ്മുടെ പ്രീമിയം ടൈൽസിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, മെറ്റീരിയൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പെയിന്റ് ക്വാളിറ്റി നിങ്ങൾ നല്ല ക്വാളിറ്റി ഉണ്ട്. അതെ അതെ അതെ. നിങ്ങളിപ്പോ ഈ ഒരു ടൈൽ നോക്കിയാൽ വേറെ ഏത് ടൈൽ നോക്കിയാലും ഇപ്പൊ നമ്മുടെ പല ക്വാളിറ്റി ഉണ്ട്. ഇതൊരു ഗ്ലോസി ടൈപ്പ് ആണ്. ഇതൊരു ഗ്ലോസി ടൈപ്പ് ആണ്. അതിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയിൽ പെയിന്റ് വരുന്നത്. അതായത് നമ്മുടെ പെയിന്റ് കോട്ടിങ്ങിന് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഇത് ഏകദേശം ഇതിന്റെ സൈസ് എത്ര വരുന്നത്? അതായത് 30 × 40 എന്നുള്ള ഡയമെൻഷനിലാണ് വരിക. അതായത് 1 സ്ക്വയർ ഫീറ്റിന്റെ മേലെ ഉണ്ടാവും. പക്ഷേ നമ്മളത് പറയാൻ പാടില്ല, കാരണം 1 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന് കവറേജ് വരിക. ഏകദേശം ഇത്രയും ഭാഗം നമുക്ക് ഓവർലാപ്പ് ആയിട്ട് പോകും. പിന്നെ ബാക്കി ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ. ഇത്രയാണ് നമ്മൾ കാണുന്ന ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ അതൊരു സ്ക്വയർ ഫീറ്റ് നമുക്ക് കവറേജ് കിട്ടും. ഇത് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അതോ ഇതോ? അല്ല, ഇത് നമുക്ക് 7ഓളം കളേഴ്സിൽ അവൈലബിൾ ആണ്. അതായത് ഇത് കോഫി ബ്രൗൺ ആണ് കളർ. കോഫി ബ്രൗൺ, ആന്റിക് റെഡ്, ഡാർക്ക് ഗ്രേ ബ്ലൂ, ഗാലക്സി ബ്ലാക്ക് എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്പെഷ്യൽ കളർ ഉണ്ട്. അങ്ങനെ ഒരുപാട് 7ഓളം കളർ. ഇത് പ്രീമിയം ക്വാളിറ്റി. ഇനി ഇത് കുറച്ചും കൂടി ഒരു മോഡൽ ഉണ്ടാവുമല്ലോ അല്ലേ? അതായത് ഏതൊരു കസ്റ്റമർക്കും, നമ്മുടെ അടുത്ത് വരുന്ന ഏതൊരു കസ്റ്റമർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ബഡ്ജറ്റിന് സാധാരണക്കാരനും ആവശ്യമുണ്ടാവും, പ്രീമിയം ആളുകൾക്കും ആവശ്യമുണ്ടാവും. അപ്പൊ അതിന് പറ്റിയൊരു മോഡൽ ഏതാണ്? അതെ, ഇതാണ് ഫസ്റ്റ്. സെക്കൻഡ് വരുന്നതാണ് ഇത്. ഈ രണ്ടാമത്തെ കോഫി ബ്രൗൺ തന്നെയാണ് കളർ, പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഒരുപോലെ തന്നെ തോന്നും, പക്ഷെ ചെറിയൊരു വ്യത്യാസം. ക്വാളിറ്റി നിങ്ങൾക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ വ്യത്യാസം, വെയിറ്റിൽ ചെറിയൊരു കുറവുണ്ടാവും. പെയിന്റിങ്ങിനും ചെറിയൊരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. അത് നമ്മൾ നോക്കുമ്പോൾ പെയിന്റിംഗ് ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ രണ്ട് സാധനം രണ്ട് ഏരിയ സൈറ്റിൽ നിന്ന് കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. രണ്ടും ഒപ്പം എടുത്ത് നോക്കുമ്പോൾ തന്നെയാണ് മനസ്സിലാവുക. ഒരേ വീട്ടിൽ ചിലപ്പോൾ രണ്ടും വിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. അപ്പൊ വ്യത്യാസം ഉണ്ടാവും. ഇതിന്റെ താഴ്ഭാഗത്ത് കാണുന്ന പ്രത്യേകതകൾ, ഇതിന്റെ താഴ്ഭാഗം ഇത് 100% ക്ലേ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത്ര ക്ലേ അല്ല. ഇത് 2.4 kg ചെയ്ത മെറ്റീരിയൽ ഉണ്ടാവും. 2.4 kg. അതായത് നോർമൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരുവിധം എല്ലാ സെറാമിക് മെറ്റീരിയൽസും 2.3 to 2.4 kg ആണ് വെയിറ്റ് ഉണ്ടാവുക. ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത്. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹണികോം പഞ്ചിങ് ഉണ്ട്. അതായത് ഹണികോം പഞ്ചിങ് നമ്മുടെ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹണികോം പഞ്ചിങ് എക്സ്ട്രാ ഈ മെറ്റീരിയലിന് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബ്രിഡ്ജസിന്റെ എണ്ണം നോക്കിക്കോളൂ. 1 2 3 4 5 6 7 8 9. ഇതിന് 9 ബ്രിഡ്ജസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സ്ട്രെങ്ത് കുറവ് എന്ന് പറഞ്ഞാൽ അതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും, പക്ഷെ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കൂടുതലും ആയിരിക്കും. ആളുകൾക്ക് സംശയമാണ്. ചെറിയ തേങ്ങ വീണാലൊക്കെ പൊട്ടും. ചെറിയ തേങ്ങ വലിയ തേങ്ങ വീണാൽ ഏത് ഓടും പൊട്ടും. പൊട്ടാത്ത ഓടില്ല കേട്ടോ. പൊട്ടുന്ന പറ്റി. കാരണം ഇതെല്ലാം കളിമണ്ണ് ക്ലേ, വൈറ്റ് ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഇതിലും ക്വാളിറ്റി കുറഞ്ഞായിട്ടുണ്ടോ? ഇതിനും ക്വാളിറ്റി കുറഞ്ഞായിട്ട് അതാണ് വരുന്നത് നോൺ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മള് കളറിലും ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ. കളർ അതിലെല്ലാം പല കളേഴ്സും അവൈലബിൾ ആണ്. എല്ലാ കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് മെറ്റീരിയൽ. ഇത് ആന്റിക് റെഡ് പറഞ്ഞ ഒരു കളറാണ് വരുന്നത്. ഇതിപ്പോ നിങ്ങൾ ബാക്ക് സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ക്ലേ കണ്ടന്റ് തമ്മിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലേ കണ്ടന്റ് വ്യത്യാസം ഉണ്ട്. ഇതിന് മിക്സ്ചർ ക്വാളിറ്റിയാണ് വരുന്നത്. ഇത് 100% ക്ലേയിലല്ല വരുന്നത്. നമ്മൾ പറയാറുണ്ട്, ക്ലയൻസിനോട് നമ്മൾ പറയാറുണ്ട് 100% ക്ലേയിൽ വരുന്ന വേറെ മെറ്റീരിയലും ഇത് 100% ക്ലേയിൽ വരുന്നതല്ല. ഇതിൽ സിമെന്റ് ഫ്ലൈ ആഷ് പോലത്തെ മെറ്റീരിയൽസ്. അതെ, 4 ബ്രിഡ്ജസ് ഇതിന് വരുന്നുണ്ട്. നല്ല രീതിയിൽ വ്യത്യാസം വന്നു. പിന്നെ ഇതിലെല്ലാം കണ്ട ചൈനയിൽ തന്നെ എയ്ത്ത് ഉണ്ടാവുള്ളൂ. നമ്മളെ ബ്രാൻഡിന്റെ ഒരു പേരും ഇതിൽ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ബ്രാൻഡിന്റെ അല്ല, ഇത് ചൈനയിൽ നിന്ന് നമ്മൾ എടുത്ത് ചെയ്യുന്ന ഒരു നോൺ ബ്രാൻഡ് മെറ്റീരിയൽ. അത്രേ ഉള്ളൂ. ഫിക്സ് ചെയ്യുന്ന രീതിയൊക്കെ ഒരുപോലെ. പിന്നെ നമ്മളിപ്പോ മറ്റേത് ഇതിൽ പ്രീമിയത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബ്രാൻഡ് മെറ്റീരിയൽസിന്റെ എല്ലാം ബാക്ക് സൈഡിൽ NJ പ്രീമിയം റൂഫ്, നമ്മുടെ സൈറ്റ് അഡ്രസ്, നമ്മുടെ സ്റ്റാൻഡേർഡ് മാർക്കിംഗ്, നമ്മുടെ ISO സർട്ടിഫിക്കറ്റ് നമ്പർ എല്ലാം ഉണ്ടാവും. അത് നമ്മുടെ NJയുടെ
ഫ്രണ്ടില് എൻജയുടെ ബ്രാൻഡിങ് ഉണ്ടാവും കണ്ടോ, എൻജയുടെ ലോഗോ ഫ്രണ്ടിലുണ്ടാവും. ഇതിലുണ്ടാവും. അതുപോലെ തന്നെ എൻജെ ഇന്ത്യ, എൻജെ ലെക്സ് റൂഫ്, ISO സർട്ടിഫിക്കറ്റ് എല്ലാം ഇതിലും അവൈലബിൾ ആണ്. ഇതിലുണ്ടാവും. നോൺ ബ്രാൻഡിൽ അതുണ്ടാവില്ല. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലേ കണ്ടന്റ് നോക്കിയാലും പെയിന്റ് ക്വാളിറ്റി നോക്കിയാലും ഈ കാണുന്ന ഇത് ഏതാണ്? ഇത് ലെക്സിൽ വരുന്ന സീരീസ് അതിന്റെ ഒരു വെറൈറ്റി കളറാണ് റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഈ കളേഴ്സ് എല്ലാത്തിലും നമുക്ക് അവൈലബിൾ ആട്ടോ. എല്ലാത്തിലും നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്.